നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2025 എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബി.ഫാം അപേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് 2 പ്രധാന നോട്ടിഫിക്കേഷനുകളാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായി +2 മാർക്ക് ആഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ. കീം 2025 എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഏപ്രിൽ 23 മുതൽ നടക്കുകയുണ്ടായി. എൻട്രൻസിൻ്റെ മാർക്ക് പകുതി 300 മാർക്കായി നോർമലൈസ്ഡ് മാർക്കും പകുതി +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ മാർക്കും കൂടി ആഡ് ചെയ്താണ് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കുകയും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് +2 മാർക്ക് ആഡ് ചെയ്യേണ്ടതാണ്. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE ആണെങ്കിലും ISE ആണെങ്കിലും ഏത് വർഷത്തെ കുട്ടികളാണെങ്കിലും അവരുടെ +2 മാർക്ക് കൺഫേം ചെയ്ത് കൊടുക്കേണ്ടതാണ്. സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് മാത്രമാണ് ഇവിടെ ആഡ് ചെയ്യപ്പെടുക. നമ്മൾ റോൾ നമ്പറും വർഷവും സ്ട്രീമും എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാണാം. അത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ, ശരിയാണെന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ പറഞ്ഞിട്ട് +2 മാർക്ക് ലിസ്റ്റ് കൂടി അപ്ലോഡ് ചെയ്യുക. മാർക്ക് കൃത്യമാണെന്നുണ്ടെങ്കിൽ +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വരുവാനായി എല്ലാ വിദ്യാർത്ഥികളും +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ മാർക്ക്, റോൾ നമ്പർ, സ്ട്രീം, ഇയറൊക്കെ വെരിഫൈ ചെയ്യുക. അതോടൊപ്പം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ലിസ്റ്റിൽ നിന്നാണ് മാർക്ക് എടുക്കേണ്ടതെങ്കിൽ ആദ്യം എഴുതിയ മെയിൻ ബോർഡ് എക്സാമിൻ്റെ റോൾ നമ്പർ കൊടുത്ത് എൻട്രി ചെയ്ത് അതിനുശേഷം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് റോൾ നമ്പറും ഇയറും കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്തപ്പം ഏത് വിഷയത്തിനാണോ മാർക്ക് കൂടുതൽ കിട്ടിയത് ആ റോൾ നമ്പറും അതുപോലെ തന്നെ ആ ഇയറും ആഡ് ചെയ്ത് മാർക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള നടപടികൾ നടക്കുകയാണ്. എത്രയും വേഗം എല്ലാവരും +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ പ്രധാന നോട്ടിഫിക്കേഷൻ എഞ്ചിനീയറിംഗും മെഡിക്കലും ബി.ഫാമും എഴുതിയ വിദ്യാർത്ഥികളുടെ പ്രൊഫൈൽ വെരിഫിക്കേഷന് ഒരവസരം കൂടി തന്നിരിക്കുന്നു. ധാരാളം വിദ്യാർത്ഥികളുടെ പ്രൊഫൈൽ ഇപ്പോഴും ഡിഫക്റ്റ് കിടക്കുന്നത് കൊണ്ട് ഈ ജൂൺ 2 വരെ അവരുടെ പ്രൊഫൈൽ കറക്റ്റ് ചെയ്യാൻ ഒരവസരം കൂടി തന്നിരിക്കുന്നു. NRI ഒഴികെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഇപ്പോൾ വെരിഫൈ ചെയ്തിരിക്കുന്നത്. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും ബി.ഫാമിനും അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ ഡിഫക്റ്റീവ് ലിസ്റ്റ് എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ആ ഡിഫക്റ്റീവ് ലിസ്റ്റിൽ കുട്ടിയുടെ ആപ്ലിക്കേഷൻ നമ്പറും പേരും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഏതോ ഒരു സർട്ടിഫിക്കറ്റ് ഡിഫക്റ്റാണ്, അത് കറക്റ്റ് ചെയ്യാൻ ജൂൺ 2 വരെ അവസരമുണ്ട്. അതിൻ്റെ വിജ്ഞാപനമാണ്. നമുക്ക് ഇതിനു മുമ്പ് ഒരിക്കൽ കറക്റ്റ് ചെയ്യാൻ അവസരം തന്നിരുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ കാറ്റഗറി ആവാം, നാഷണാലിറ്റി ആവാം, നേറ്റിവിറ്റി ആവാം, അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ ആവാം. അത് കറക്റ്റ് ചെയ്യാൻ ഒരു അവസരം കൂടിയുണ്ട്. അപ്പം കീമിന് അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പ്രൊഫൈൽ ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്ത് കറക്ഷനൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇനിയൊരു അവസരം കാറ്റഗറിക്കായിട്ടോ നേറ്റിവിറ്റിക്കായിട്ടോ നാഷണാലിറ്റിക്കായിട്ടോ ഉണ്ടാവുകയില്ല. കാരണം ഇത് കഴിഞ്ഞ ഉടൻ തന്നെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുകയാണ്. എഞ്ചിനീയറിംഗിൻ്റെയും ബി.ഫാമിൻ്റെയും ഒക്കെ അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. മെഡിക്കൽ മാത്രം അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളും അതുപോലെ ബി.ഫാം മാത്രം അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളും +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട. പക്ഷേ എല്ലാ വിദ്യാർത്ഥികളും പ്രൊഫൈൽ വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ടുള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻ. ഇതിനു വേണ്ടിയിട്ട് ജൂൺ 2 വൈകുന്നേരം 3 മണിക്ക് മുമ്പ് നിങ്ങൾ +2 മാർക്ക് കൺഫേം ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന ലിങ്ക് വഴിയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ നിങ്ങളുടെ റോൾ നമ്പറും ഇയറും ചോദിക്കും. മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് കാണാം. അത് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഇമ്പ്രൂവ് ചെയ്ത് വ്യത്യാസമുണ്ടെങ്കിൽ ആ ഇമ്പ്രൂവ്മെൻറ്റിന് മാർക്ക് കൊടുക്കുക. മാർക്കിന് വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കിന് വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തിട്ട് അതിന് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. മാർക്ക് വ്യത്യാസമില്ല എങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എൻറ്റർ ചെയ്ത് നമ്മുടെ കൺഫർമേഷൻ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുത്തു വെക്കണം. പിന്നീട് അതിനൊരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായി അപേക്ഷകൻ സമർപ്പിക്കുന്ന +2 മാർക്ക്, +2 ബോർഡ്, ഓരോ വിഷയത്തിനും ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക്, ഓരോ പാസ്സായ വർഷം എന്നിവ അഡ്മിഷൻ സമയത്ത് കോളേജിലാണ് വെരിഫൈ ചെയ്യുന്നത്. കീം 2025 അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ ഒരിക്കൽ കൂടി കംപ്ലീറ്റ് ചെയ്യുക.
എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതിയവർ അവരുടെ +2 മാർക്ക് രണ്ടാമത്തെ വർഷത്തെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൺഫർമേഷൻ പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.